നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഇടക്കാലത്ത് നിർത്തിവെച്ച പിരായിരി മാമ്പ്ര കരിങ്കൽ ക്വാറിയിൽ പാറ പൊട്ടിക്കാൻ ശ്രമം. പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനം തുടരാൻ ഹൈക്കോടതി അനുമതിയുണ്ടെന്ന് ക്വാറി ഉടമ. പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അറിയാതെ ഉദ്യോഗസ്ഥർ ഒപ്പിച്ച പണിയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഷൊർണൂർ കണയത്തെ ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നഗരസഭാ ചെയർപേഴ്സന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ BJP അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ വാക്കേറ്റം. ആരോഗ്യ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി കൃത്യനിർവഹണം നടത്തുന്ന ആശാ വർക്കർമാരോട് കേരള സർക്കാരുകൾ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാനോ മിനിമം വേതനം ഉറപ്പാക്കാനോ കേന്ദ്രം തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപം. കേരള സർക്കാർ ആശാ വർക്കർമാരോട് രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുകയാണെന്നും ആരോപണം. VD സതീശന്റെ വിസ്മയ വാക്കുകളിൽ വീണുപോയ ജീവനക്കാർക്ക് ഇന്ന് വിലപിക്കേണ്ട സ്ഥിതിയാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P. സുരേഷ്. പൂക്കി മുഖ്യൻ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും UDF അധികാരത്തിൽ വന്നാലുടൻ കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്നും P. സുരേഷ്. ഇതുകേട്ട് ആനന്ദപ്പുളകിതരായി UDFന് വോട്ട് ചെയ്ത ജീവനക്കാർ നിരാശ കടിച്ചമർത്തുകയാണെന്നും NGO സംസ്ഥാന സെക്രട്ടറി. രാത്രിയുടെ മറവിൽ മങ്കര സംസ്ഥാന പാതയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. യാത്രക്കാർ ദുർഗന്ധം സഹിക്കാനാവാതെ മൂക്കുപൊത്തിയാണ് യാത്ര. മാലിന്യം തള്ളുന്നവർക്കെതിരെ പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് നടപടിയെടുക്കണമെന്നും ജനകീയ ആവശ്യം. 3 വർഷം പിന്നിട്ടിട്ടും തകർന്ന മങ്കര പെരുമഞ്ചിറക്കാവ് തോട്ടുപാലം സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഇടക്കാലത്ത് നിർത്തിവെച്ച പിരായിരി മാമ്പ്ര കരിങ്കൽ ക്വാറിയിൽ പാറ പൊട്ടിക്കാൻ ശ്രമം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ക്വാറി പ്രവർത്തനം തുടരാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്ന് ക്വാറി ഉടമ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അറിയാതെ ഉദ്യോഗസ്ഥർ ഒപ്പിച്ച പണിയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഇസ്മയിൽ പറഞ്ഞു. പിരായിരി പഞ്ചായത്തിലെ മാമ്പ്ര കരിങ്കൽ ക്വാറിയിൽ പാറ പൊട്ടിക്കലിന് ഹൈക്കോടതിയുടെ ഉത്തരവുമായി വ്യാഴാഴ്ച രാവിലെ ക്വാറി ഉടമയും തൊഴിലാളികളും എത്തിയതോടെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രദേശം അക്ഷരാർത്ഥത്തിൽ സംഘർഷത്തിന്റെ മുൾമുനയിലായി. ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും പ്രവർത്തനം തടയാനാകില്ലെന്നുമുള്ള വാദവുമായി പാലക്കാട് നോർത്ത് പോലീസും സ്ഥലത്ത് നിലയുറപ്പിച്ചു. ഹൈക്കോടതിയുടെ ഓർഡർ ഞാനും നിങ്ങൾ ഉൾപ്പെടെ എല്ലാ ജനങ്ങളും പാലിക്കേണ്ട ഓർഡറാണ്. ഈ ഹൈക്കോടതിക്ക് 10-ാം തീയതി നിങ്ങളുടെ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നിങ്ങൾ വക്കീലെ വെച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ. ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളത് ഹൈക്കോടതിയെ ബോധിപ്പിക്കൂ. നിങ്ങൾ ഹൈക്കോടതിയെ ബോധിപ്പിക്കൂ. കോടതിക്ക് മുകളിലായിട്ട് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് തടയുമ്പോൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ നടപടി എടുക്കേണ്ട ആവശ്യം. കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിന് തികച്ചും തെറ്റിദ്ധരിപ്പിച്ച് നേടിയെടുത്ത ഉത്തരവിന്റെ മറവിലാണെന്നും പൊതുവഴിയിൽ നിന്നും ചുരുങ്ങിയത് 50 മീറ്റർ ദൂരം ഉണ്ടാവണമെന്നിരിക്കെ മാമ്പ്ര കരിങ്കൽ ക്വാറി പൊതുവഴിയിൽ നിന്ന് 20 മീറ്റർ ദൂരമേയുള്ളൂവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മാമ്പ്ര കരിങ്കൽ ക്വാറിയുടെ സമീപത്ത് 3 പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജല വിതരണം ചെയ്യുന്ന 22 ലക്ഷം സംഭരണശേഷിയുള്ള ജലനിധിയുടെ കൂറ്റൻ ടാങ്ക് സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട്. കരിങ്കൽ ഖനനത്തിൽ ജലനിധി ടാങ്കിന് കേടുപാട് വരാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ വേനലിന്റെ തുടക്കത്തിലെ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്ത് വീണ്ടും കരിങ്കൽ ക്വാറി താഴ്ത്തിയാൽ ജലക്ഷാമം അതിരൂക്ഷമാകുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടെ നാട്ടുകാർ പൗരസമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് M. ഇസ്മയിലും പങ്കെടുത്തിരുന്നു. ക്വാറിയിൽ കരിങ്കൽ പൊട്ടിക്കുന്നതിനെതിരെ പ്രതിഷേധത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അറിയാതെ ഉദ്യോഗസ്ഥർ ഒപ്പിച്ച പണിയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് M. ഇസ്മയിലും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കണയത്തെ സ്വകാര്യ ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ BJP അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ ബഹളം. അമൃതമിത്ര ജീവനക്കാരുടെ കരാർ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് വിയോജിപ്പ് പ്രകടിപ്പിച്ചും പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കണയത്തെ സ്വകാര്യ ക്വാറിയുമായി ബന്ധപ്പെട്ട വിഷയം നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഇന്ന് അജണ്ടയിലൂടെ ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്നാൽ ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയാണ് കൗൺസിൽ യോഗത്തിൽ ബഹളത്തിന് തുടക്കം. തനിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പരാമർശം ശരിയായില്ലെന്നും
ക്വാറി പ്രവർത്തനത്തിൽ തന്റെ പേരിൽ കുറ്റം ചാർത്തുന്ന രീതി ശരിയായില്ലെന്നും ചൂണ്ടിക്കാട്ടി BJPയിലെ കൗൺസിലർ സിനി മനോജ് രംഗത്തെത്തിയതോടെ ബഹളം രൂക്ഷമാവുകയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കണമെന്ന് സിനി മനോജ് ആവശ്യപ്പെട്ടതോടെ തനിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ ഇപ്പോൾ വന്ന് നാടകം കളിക്കുന്നതെന്ന് സിനി മനോജിനെ വിമർശിച്ചുകൊണ്ട് ചെയർപേഴ്സൺ പി നിർമ്മല മറുപടി നൽകിയതോടെ BJP കൗൺസിലർമാരും ഭരണപക്ഷാംഗങ്ങളും രൂക്ഷമായ വാക്കേറ്റത്തിലെത്തുകയായിരുന്നു. ക്വാറി പ്രദേശത്ത് നിലവിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ചർച്ചയ്ക്ക് വന്നു. ക്വാറി പ്രശ്നം രൂക്ഷമായ വിഷയമാണെന്നും മണ്ണ് നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്നും നഗരസഭയുടെ വക്കീൽ മുഖാന്തരം വീണ്ടും ഹർജി നൽകി ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും നേരത്തെ നഗരസഭയുടെ വക്കീൽ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കിയില്ലെന്നും കോൺഗ്രസിലെ കൗൺസിലർമാരായ കെ കൃഷ്ണകുമാറും VK ശ്രീകൃഷ്ണനും പറഞ്ഞു. ജനങ്ങളോടൊപ്പമാണ് എന്നും നഗരസഭയെന്നും നഗരസഭയുടെ വക്കീലുമായി കൂടിയാലോചിച്ച് വീണ്ടും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സണും വൈസ് ചെയർമാനും യോഗത്തെ അറിയിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം അമൃത് മിത്ര ജീവനക്കാരുടെ കരാർ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ പ്രതിപക്ഷ BJP കോൺഗ്രസ് കൗൺസിലർമാരും ഭരണപക്ഷാംഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഞങ്ങള് ഈ നിലവിലുള്ള ആൾക്കാരെ തുടർന്ന് പോകുന്നത് ശരിയല്ല. ഇനിയും ഒട്ടനവധി ആളുകളുണ്ട്, നഗരസഭയിലുണ്ട്. പദ്ധതി പുതുക്കുന്നതിനോട് വിയോജിപ്പില്ലെന്നും കരാറിൽ പുതിയ ആളുകളെയാണ് നിയമിക്കേണ്ടതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായ തീരുമാനം എടുത്ത് മുന്നോട്ടു പോകാൻ കഴിയില്ല. കാര്യങ്ങൾ സുതാര്യമാകണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 15 അജണ്ടകളാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്കായി വന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ആരോഗ്യ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി കൃത്യനിർവഹണം നടത്തുന്ന ആശാവർക്കർമാരോട് കേന്ദ്ര സർക്കാരുകൾ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാനോ മിനിമം വേതനം ഉറപ്പാക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്നും കേരള സർക്കാർ ആശാവർക്കർമാരോട് രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുകയാണെന്നും പാലക്കാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആരോപിച്ചു. കേരള സർക്കാർ ആശാവർക്കർമാരോട് രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുകയാണെന്നും സെക്രട്ടറി PP പ്രേമയും പ്രസിഡന്റ് MP പ്രഭാവതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ 12 മണിക്കൂറും പ്രവർത്തിച്ചാൽ തീരാത്ത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ആശമാർക്ക് നിർവചിക്കപ്പെട്ട തൊഴിലുകളല്ലാതെ ഉദ്യോഗസ്ഥന്മാർ എടുക്കേണ്ട തൊഴിലുകളടക്കം ആശമാരെ കൊണ്ട് എടുപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നു. ആ സമയത്താണ് ഒരു സംഘടന വേണം എന്ന ബോധത്തിലേക്ക് ആശമാരെത്തിയത്. അങ്ങനെയാണ് CITUവിന്റെ നേതൃത്വത്തിൽ സംഘടന ഉണ്ടാക്കുകയും 14 മാസത്തോളം കിട്ടാതിരുന്ന വേതനം ലഭിക്കാൻ വേണ്ടി, തുച്ഛമായ ഇൻസെന്റീവ് ലഭിക്കാൻ വേണ്ടി സമരം ആരംഭിക്കുകയും ആ സമരത്തിന്റെ ഭാഗമായി അന്ന് VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ സമയത്താണ് ആശമാരെ തെരഞ്ഞെടുക്കുന്നത്. അതിനു മുൻപ് UDF ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് ഇവിടെ ആശമാരെ എടുക്കണം എന്ന് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നിർദ്ദേശം വന്നത്. അന്ന് കേരളത്തിൽ ആരോഗ്യ മേഖല വളരെ പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിൽ ആശമാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ നിർദ്ദേശം മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് വന്ന സമയത്ത് ആശമാരെ എടുക്കാനും ഗ്രാമീണ ആരോഗ്യ മേഖലയുടെ ശാക്തീകരണത്തിനായിട്ടാണ് രാജ്യത്തുടനീളം ആശാവർക്കർമാരെ നിയമിച്ചത്. 2005-ൽ ആശമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ആശാമാരെ നിയമിക്കാൻ ഉത്തരവിട്ടെങ്കിലും കേരളത്തിലെ UDF സർക്കാർ നടപ്പിലാക്കിയില്ല. ആഴ്ചയിൽ ഏതാനും ദിവസങ്ങൾ ഏതാനും മണിക്കൂർ ജോലിയും ഓണറേറിയം എന്ന നിലയിൽ ആശമാരെ നിയമിച്ചത് VS സർക്കാരാണ്. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഓണറേറിയം 5000 രൂപയാക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പിലായില്ല. ഒന്നാം പിണറായി സർക്കാരാണ് ജോലിഭാരവും മാനസിക പീഡനവും അവസാനിപ്പിച്ച് വേതന വർധനവും നടത്തിയത്. കേന്ദ്ര സർക്കാർ
2023 1500 രൂപ വേതനം വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും 2025 വർധനവ് പിൻവലിച്ചു. വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പോലും തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാഷ്ട്രീയ പകപോക്കലാണ് നടത്തുന്നത്. ജോലിഭാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും നടന്നുവരികയാണ്. കേരളത്തിലെ 26,125 ആശാപ്രവർത്തകരെയും തൊഴിലാളികളായി അംഗീകരിച്ച് വേതനം കാലോചിതമായി വർദ്ധിപ്പിക്കണം. ആശാവർക്കർമാർ നേരിടുന്ന പ്രതിസന്ധികളും അവകാശങ്ങൾ നേടാനുമുള്ള സമരമാർഗങ്ങളും ഓഗസ്റ്റ് 8, 9 തീയതികളിൽ പാലക്കാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ K. രമണി, ചെയർമാൻ TK നൌഷാദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. VD സതീഷിന്റെ വിസ്മയ വാക്കുകളിൽ വീണുപോയ ജീവനക്കാർക്ക് ഇന്ന് വിലപിക്കേണ്ട സ്ഥിതിയാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P. സുരേഷ് പറഞ്ഞു. പൂക്കി മുഖ്യൻ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും UDF അധികാരത്തിൽ വന്നാലുടൻ കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്നും സുരേഷ് പറഞ്ഞു. ഇത് കേട്ട് ആനന്ദപുളകിതരായി UDFന് വോട്ട് ചെയ്ത ജീവനക്കാർ നിരാശ കടിച്ചമർത്തുകയാണെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു. വേതന കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും ആവശ്യപ്പെട്ട് NGO യൂണിയൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിൽ വന്നാലുടൻ ജീവനക്കാരുടെ വേതനവും കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കുമെന്നതായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് പലകുറി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. ഇത് കേട്ട് പുളകിതരായി UDFന് വോട്ട് ചെയ്ത ജീവനക്കാർ നിരാശ കടിച്ചമർത്തുകയാണ്. LDF സർക്കാർ തുടങ്ങിവെച്ച ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിർജീവമാക്കി. ലഭിക്കാനുള്ള ക്ഷാമാശ്വാസം എന്ന് ലഭിക്കുമെന്നതിലും വ്യക്തതയില്ല. ജീവനക്കാരുടെ സ്ഥലം മാറ്റം സുതാര്യമാക്കാനായി LDF കൊണ്ടുവന്ന ഓൺലൈൻ സംവിധാനം അട്ടിമറിക്കപ്പെട്ടു. ജീവനക്കാരുടെ ആശ്വാസ പദ്ധതികൾക്ക് വേഗതയില്ലെങ്കിലും രാഷ്ട്രീയ നിറം നോക്കി ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന പ്രവണത അതിവേഗത്തിലാണ് നടക്കുന്നത്. ജീവനക്കാരെ എങ്ങനെ അന്വേഷണങ്ങളിൽ കൊടുക്കാമെന്ന ഗവേഷണത്തിലാണ് UDF സർക്കാർ. ജീവനക്കാരുടെ ശക്തിയെ ചെറുതായി കാണുന്ന UDF സർക്കാർ കനത്ത വില നൽകേണ്ടി വരുമെന്നും സുരേഷ് പറഞ്ഞു. കേരളത്തിലെ സിവിൽ സർവീസിന്റെ 15% വരുന്ന ആരോഗ്യ പ്രവർത്തകർ, അതിനകത്ത് നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അറ്റൻഡർമാരുണ്ട്, അങ്ങനെ പലരുണ്ട്. അവരെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ ചോദിക്കുന്നത് കേട്ടില്ലേ? എലിപ്പനിക്ക് മരുന്ന് കൊടുത്തില്ലെങ്കിലും എലിപ്പനി വരില്ല. ആശുപത്രിയിൽ പുഴുവലിച്ചും ആശുപത്രിയിൽ കിടക്കുകൾ കിട്ടാതെയും ആശുപത്രിയിൽ മരുന്ന് കിട്ടാതെയും കേരളത്തില് നോക്കുക പനി പിടിച്ചു മാത്രം ഈ കഴിഞ്ഞ അളവിൽ ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന എണ്ണപ്പെട്ട നാളുകളിൽ 150ഓളം ആളുകൾ മരണമടഞ്ഞ അത്യന്തം ദൗർഭാഗ്യകരമായ കാര്യത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ UDF ഗവൺമെന്റ് വിടുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ എന്ന് പറയുന്ന വലിയ ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. PFRDA നിയമം പിൻവലിക്കുക, കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയം അവസാനിപ്പിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന നയം പിൻവലിക്കുക, മെഡിസിപ്പിലെ അപാകത പരിഹരിക്കുക, ലേബർ കോഡ് പിൻവലിക്കുക, വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് K. മഹേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. സന്തോഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മേരി സിൽവസ്റ്റർ, G. ജിഷ, S. കൃഷ്ണനുണ്ണി, M. പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ ഫാബ് ടോയ്ലറ്റ് ഉദ്ഘാടനവും വിജയോത്സവവും നടന്നു. ടോയ്ലറ്റ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ബേബിയും വിജയോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയനും നിർവഹിച്ചു. വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ പ്രീഫാബ് ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം KV ബേബി പ്രീഫാബ് ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്തു. വൃത്തിയായും സൂക്ഷിക്കുക. നിങ്ങൾ ഓരോരുത്തരും കുറച്ചു കാലമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ വിജയോത്സവം പരിപാടി കുട്ടികൾക്ക് ഇന്നത്തെ നൽകുന്ന ഈ സമ്മാനദാനത്തിന് എല്ലാവിധ ആശംസയും ഈ പരിപാടിക്ക് ക്ഷണിച്ച സ്കൂളിനെ അധികം സന്തോഷം അറിയിക്കുന്നു. തുടർന്ന് വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം മോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയനും നിർവഹിച്ചു. അവരിൽ നിന്നും ഇങ്ങോട്ട് കേൾക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് ഒരു പ്രൊജക്റ്റായി നമുക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്നാണ് ഒന്ന് ചിന്തിക്കുന്നത്. രണ്ടാമത് നമുക്കറിയാവുന്ന കുട്ടികളൊക്കെ മൊബൈലിന് അഡിക്റ്റായി പോകുന്ന ഒരു സമൂഹമാണ് പുതിയ തലമുറ എന്ന് പറയുന്നു. അത്തരം കുട്ടികളെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ചെസ് ഗ്രാമം പദ്ധതി എന്നൊരു പദ്ധതി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപ്പിലാക്കാൻ വേണ്ടി പോകരും. മൂന്നാമതൊന്ന് ഇത്തരത്തിൽ നീന്തൽ പരിശീലിപ്പിക്കുക. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ PP വിജയൻ അടക്കമുള്ളവർ വിതരണം ചെയ്തു.
ചടങ്ങിൽ PTA പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പി ബീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ ജുനൈദ, ഹെഡ്മിസ്ട്രസ് ഗീത, റഫീഖ്, മോഹനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 3 വർഷം പിന്നിട്ടിട്ടും തകർന്ന തോട്ടുപാലം സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയാകാത്തതിൽ പ്രതിഷേധം ഉയരുന്നു. 3 വർഷം മുമ്പാണ് ശക്തമായ പ്രളയത്തിൽ മങ്കര പെരുമഞ്ചിറക്കാവ് തോട്ടുപാലം പൂർണ്ണമായും തകർന്നത്. 3 വർഷം മുൻപാണ് ശക്തമായ പ്രളയത്തിൽ മങ്കര പെരുമഞ്ചിറക്കാവ് തോട്ടുപാലം പൂർണ്ണമായും തകർന്നത്. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം 1.5 വർഷത്തോളം മുടങ്ങിയിരുന്നു. ഗതാഗതം നിലച്ചതോടെ നാട്ടുകാർ താൽക്കാലികമായി കല്ല് കോറി വേസ്റ്റുമിട്ട് സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു. ഇപ്പോഴും വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇരുചക്രവാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ എന്നിവ മാത്രമാണ് സാഹസികമായി സഞ്ചരിക്കുന്നത്. പാലം പൂർണ്ണമായും തകർന്നു കിടപ്പാണ്. നിരവധി സ്കൂൾ ബസ്സുകളടക്കം പോകുന്ന റോഡാണിത്. മങ്കര, കേരളശ്ശേരി, കോങ്ങാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. പാലം തകർന്നതോടെ ചെറുവാഹനങ്ങൾ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. പാലം തകർന്ന് 3 വർഷം കഴിഞ്ഞിട്ടും പാലം സഞ്ചാരയോഗ്യമാക്കാൻ ആരും നടപടിയെടുക്കുന്നില്ലെന്ന് വാർഡംഗം സുനീഷ് ഭരതക്കാട് പറഞ്ഞു. ഇവിടെ പെരുമഞ്ചിറ തോട്ടുപാലം 30 വർഷക്കാലമായി ഇത് നിർമ്മിച്ചിട്ട് ഒരു 3 വർഷക്കാലമായി ഇതിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ ശക്തമായ മഴയും കാലാവസ്ഥ കാരണം തകർന്നു പോയി. 3 വർഷക്കാലമായി താൽക്കാലിക ആശ്വാസത്തിനായി കുറച്ച് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നമ്മളിവിടെ കുറച്ച് കോറി വേസ്റ്റൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നമ്മളത് പുനരുദ്ധാരണം ചെയ്യാനതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറേ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ വാർത്തകളാക്കിയിരുന്നു. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണ് ഇത്. കേരളശ്ശേരി, മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്. നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പാലമാണ് ഇത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു നടപടി കാണണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ശക്തമായ മഴയുണ്ടായാൽ താൽക്കാലിക സഞ്ചാരം പോലും മുടങ്ങും. അത് യാത്രക്കാർക്ക് ദുരിതം ഇരട്ടിയാക്കും. മാസങ്ങൾക്ക് മുൻപ് മങ്കര പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എസ്റ്റിമേറ്റ് എടുത്ത് കൊണ്ടുപോയെങ്കിലും തുടർ നടപടികളൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ലെന്നും വാർഡംഗം പരാതിപ്പെട്ടു. പാലം പൂർത്തീകരിക്കാൻ വലിയ ഫണ്ട് ആവശ്യമെന്നിരിക്കെ സർക്കാർ തലത്തിൽ ഇടപെട്ട് പാലം പൂർത്തീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും സുധീഷ് ഭരതക്കാട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രാത്രിയുടെ മറവിൽ സംസ്ഥാന പാതയിൽ മങ്കര തിയേറ്ററിനും പോലീസ് സ്റ്റേഷനും ഇടയിലായി ചാക്കുകളിൽ മാലിന്യം തള്ളുന്നതായി പരാതി. യാത്രക്കാർ ദുർഗന്ധം സഹിക്കാതെ മൂക്കുപൊത്തിയാണ് യാത്ര ചെയ്യുന്നത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് നടപടിയെടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. നാടിനെ നടുക്കിയ കൊലപാതകം വിശ്വസിക്കാനാവാതെ ചെറുതുരുത്തിയിലെ ജനങ്ങൾ. ആദ്യമായിട്ടാണ് ചെറുതുരുത്തിയിൽ ഒരു സ്വകാര്യ ലോഡ്ജിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മലപ്പുറം വേങ്ങര ചേറൂർപ്പാടം തേനക്കാട്ടിൽ നാരായണന്റെ ഭാര്യ 56 വയസ്സുള്ള ധനലക്ഷ്മി എന്ന അധ്യാപികയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. നാടിന് നടുക്കിയ കൊലപാതകം അറിഞ്ഞതോടെ വിശ്വസിക്കാനാവാത്ത ഗ്രാമവാസികൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ചെറുതുരുത്തിയിൽ സ്വകാര്യ ലോഡ്ജിൽ ഇങ്ങനെയൊരു കൊലപാതകം നടക്കുന്നത്. മലപ്പുറം വേങ്ങര ചേറൂർപ്പാടം തേനക്കാട്ടിൽ നാരായണന്റെ ഭാര്യ ധനലക്ഷ്മി എന്ന നൃത്താധ്യാപികയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി തേഞ്ഞിപ്പലം സ്വദേശിയായ ബിനീഷ് എന്ന ആൺ സുഹൃത്തിനൊപ്പം ഇവർ ചെറുതുരുത്തിയിലെത്തി റെസിഡൻസിയിൽ മുറിയെടുക്കുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് റൂം ഒഴിഞ്ഞുകൊടുക്കാത്തതിനെ തുടർന്ന് റൂമിൽ നോക്കിയപ്പോഴാണ് ധനലക്ഷ്മി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വൈകുന്നേരത്തോടുകൂടി ധനലക്ഷ്മിയുടെ സഹോദരനും ഭർത്താവ് നാരായണനും മകനും മറ്റു ബന്ധുക്കളും എത്തി. ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് പാലക്കാട്ട് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടാണ് ധനലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രിയിൽ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ബുധനാഴ്ച എത്താമെന്ന് അറിയിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇവർ പോകാറുണ്ട്. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞേ തിരിച്ചു വരാറുള്ളൂ. അതുകൊണ്ട് വീട്ടുകാർക്ക് ഒരു സംശയവും തോന്നിയില്ല. പോലീസ് അറിയിക്കുമ്പോഴാണ് മരണവിവരം അറിയുന്നത്. കൊലപാതകം ചെയ്യാനുള്ള കാരണം വിവാഹ വാഗ്ദാനമാണെന്ന കൊലപാതകത്തിൽ കലാശിച്ചെന്നാണ് അറിഞ്ഞത്. പ്രതിയായ ബിനീഷ് മലപ്പുറം തേഞ്ഞിപ്പാലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തെളിവെടുപ്പിനായി ചെറുതുരുത്തിയിൽ എത്തിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സൗജന്യ കൃത്രിമക്കാൽ വിതരണ ക്യാമ്പ് തുടരുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാടും പാലക്കാട് ഫോർട്ട് ടൗൺ ലയൺസ് ട്രസ്റ്റും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം 6 പേർക്ക് കൃത്രിമക്കാൽ നൽകി. 3 പേർ രജിസ്റ്റർ ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതിനോടകം 6 പേർക്ക് കാൽ നൽകി. 3 പേർ രജിസ്റ്റർ ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് പാം സിറ്റി ഭാരവാഹികൾ ക്യാമ്പ് സന്ദർശിച്ചു. കാലിക്കറ്റ് ബൈപ്പാസ് റോഡിൽ മണലി ഇന്ത്യൻ ഓയിൽ കമ്പനിക്ക് പിറകിലെ ലയൺസ് ക്ലബ്ബ് ആസ്ഥാന മന്ദിരത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ 28 വർഷമായി മുടങ്ങാതെ നടത്തിവരുന്ന ഈ ജീവകാരുണ്യ പദ്ധതിയിലൂടെ 10,000-ലധികം പേർക്ക് സൗജന്യമായി കൃത്രിമക്കാൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മുണ്ടായ 2nd യൂണിറ്റ് സമ്മേളനം ആന്തൂർക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ നടന്നു.
നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ മുണ്ടായ സെക്കൻഡ് യൂണിറ്റ് സമ്മേളനമാണ് മുണ്ടായിലെ ആന്തൂർകുന്ന് സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചത്. പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം മുഖ്യമായ പങ്കുവഹിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ് സീനിയർ സിറ്റിസൺസ്. അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിലും അതുപോലെ തന്നെ ബാക്കി ജീവിതത്തിലും വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെട്ട് സമൂഹത്തിന് വേണ്ട നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിൽ നഗരസഭ അവരെ സഹായിക്കുന്നതിന് വേണ്ടി പറ്റുന്ന വിധത്തിലുള്ള സാമ്പത്തിക നിലയും കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. യൂണിറ്റ് ട്രഷറർ MS ശാന്ത അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. 25-ാം വാർഡ് കൗൺസിലർ ടി ലത, അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ, സെക്രട്ടറി K ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് N മുണ്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ട്രഷറർ MS ശാന്ത അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് MS ശാന്ത, സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, ട്രഷറർ K രാധ എന്നിവരെയാണ് സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോട്ടായി ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ കർക്കിടകം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഉദ്ഘാടനം ചെയ്തു. 50 വിഭവങ്ങളാണ് CDSന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്. CDS ചെയർപേഴ്സൺ R റിൻസി അധ്യക്ഷത വഹിച്ചു. കർക്കിടക മാസം കഴിക്കേണ്ട 50 വിഭവങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കി എത്തിച്ച് ഫെസ്റ്റിവലിൽ അണിനിരത്തി. കോട്ടായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നിത്യ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചും ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ C വിനുമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ CR ശിവശങ്കരൻ, C ബിന്ദു, M ആശ, M രമേഷ് കുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറി മോൾ ജോൺ എന്നിവർ സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ R രമ്യ സ്വാഗതവും കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ PR രേഷ്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി സെന്റിനറിയുടെ ഭാഗമായി സുന്നി ജം ഇയുത്തുൽ മു അല്ലിമീൻ നിർമ്മിച്ചു നൽകുന്ന 100 ദാറുൽ മു അലീം ഭവന പദ്ധതിയുടെ തൃശൂർ ജില്ലയിലെ 2ാമത്തെ വീടിന്റെ താക്കോൽദാനം താഴപ്രയിൽ നടന്നു. സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴപ്ര മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ 100 വീടുകൾ സമസ്തയുടെ 100ാം വർഷത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കുന്ന അലി സഖാഫിക്ക് വേണ്ടി ഇവിടെ ഒരു വീട് നിർമ്മിച്ച് അത് പൂർത്തിയാക്കിയതിന് ഉദ്ഘാടന വേദിയിലാണ് നാമുള്ളത്. അൽഹംദുലില്ലാഹ് അതിന്റെ കട്ടിലൊക്കെ നിർമ്മത്തിന് ബഹുമാനപ്പെട്ട സീതവങ്ങൾ വന്നതുപോലെ അന്നോട് വന്നപ്പോൾ മഴയും ചളിയും വല്ലാത്ത വർഷമുള്ള സമയമായിരുന്നു. SJM ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി സൗദി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി SMK തങ്ങൾ ദേശമംഗലം, ട്രഷറർ ഹംസ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ജലാവുദ്ദീൻ ഹാജി തലക്കോട്ടുകര, SMA ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ മൂന്നുപീടിക, SYS ജില്ലാ സെക്രട്ടറി KB ബഷീർ, SSF ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അനസ് എന്നിവർ സംസാരിച്ചു. പ്രസ്ഥാനിക നേതാക്കളായ മുസ്തഫ കാമിൽ സഖാഫി, അബ്ദുള്ള അൻവരി, MS മുഹമ്മദ് ഹാജി, അലി അക്ബർ ചെറുതുരുത്തി, സുധീർ സഖാഫി, മൊയ്തീൻകുട്ടി സഖാഫി, അബ്ദുൽ ലത്തീഫ് സഖാഫി, അബ്ദുൽ ഖാദിർ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോകമാകെ സംഗീതത്തിലും സാഹിത്യത്തിലും വിസ്മയം തീർക്കുന്ന കാലത്ത് സാഹിത്യശാഖകളെ പരിപോഷിക്കുന്നതിനായി പുരോഗമന കലാസാഹിത്യ സംഘം ഓഗസ്റ്റ് 8-9 തീയതികളിൽ ധോണിയിൽ ശില്പശാല സംഘടിപ്പിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ 100ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ട്രഷറർ TR അജയൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2 ദിവസങ്ങളായി നടക്കുന്ന ശില്പശാലയിൽ 100ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ട്രഷറർ TR അജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഗീത സാഹിത്യ മേഖലകളിൽ ലോകത്താകെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. സാഹിത്യശാഖകളെ ശരിയായ വിധത്തിൽ അറിയാനും പ്രയോഗിക്കാനും ശില്പശാല ഉപകരിക്കും. 2 ദിവസങ്ങളായി നടക്കുന്ന ശില്പശാലയിൽ സംഗീതം, കഥ, കവിത, ചിത്രരചന, കഥാപ്രസംഗം, നാടൻ കലകൾ, നാടകം തുടങ്ങിയവയിലെ പരമ്പരാഗത രീതികളിലും മാറ്റങ്ങളും പരീക്ഷണങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും. കേരളത്തിലെ സംഗീത സാഹിത്യ ശാഖകളിൽ നിന്നുള്ളവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യും. സംഗീത സാഹിത്യ ശാഖയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പുത്തൻ അനുഭവം നൽകുന്ന തരത്തിലാണ് ശില്പശാല ഒരുക്കിയിരിക്കുന്നതെന്നും TR അജയൻ പറഞ്ഞു. എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ചോദിച്ച ഒന്നാണ്, അത് പാലക്കാട് വെച്ച് വേണം. കാരണം പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ആളുകളെല്ലാം ജനിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണ്. ഇപ്പോൾ കർണാടക സംഗീതത്തിലാകട്ടെ ചെമ്പൈ പത്മനാഭനെ പോലെ, ഭാഗവതനെ പോലെ, MD രാധാനെ പോലെ, പുതുക്കൂട് കൃഷ്ണമൂർത്തിയെ പോലെ, പാലക്കാട് മണിയയ്യരെ പോലെ, ചലച്ചിത്ര രംഗത്തായിരുന്നെങ്കിൽ പി ലീലയെ പോലെ. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CP ചിത്രഭാനു, കൺവീനർ P മധു, R ശാന്തകുമാരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏകോപിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്ന് വിമർശനം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സാമീപ്യം നന്നേ കുറവെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഈ ആരോപണത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. പ്രളയത്തിൽ ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്നും കൂടി സജീവമായിട്ട് രംഗത്തെത്തേണ്ടതാണ്. കഴിഞ്ഞൊരു പ്രളയത്തിൽ പിണറായി സാർ ചെയ്ത പോലെ അത്ര തന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഒന്നും കൂടി ഉഷാറാവട്ടെ. പഴയ കാലഘട്ടങ്ങളിലാവുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഒരുപാട് സാധനങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഭരണത്തിൽ ഒരു രീതിയിൽ ഇടപെടലുകളിലോ ഒന്നുമില്ല. അവർക്ക് അവിടെ വേണ്ട സാധനങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനൊന്നും ഒരു രീതിയിലും ഉള്ള പ്രവർത്തനം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്രാവശ്യത്തെ പ്രളയത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇടപെട്ടതുപോലെയല്ല. മുന്നത്തെ മുഖ്യമന്ത്രി പ്രളയം വന്നപ്പോഴേക്ക് തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി അതിൻ്റെ അനുബന്ധങ്ങളായിട്ട് എല്ലാ ആൾക്കാരെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇടപെട്ടിട്ട് പരിപാടികളൊക്കെ തുടങ്ങി. അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു. ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും ആൾക്കാർക്ക് തത്സമയം എത്തി. ആരും അതിൻ്റെ യുദ്ധം അറിഞ്ഞതേ ഇല്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമുക്ക് കറണ്ട് കെട്ടന്നെ ചില ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ കട്ടില്ല, ക്യാമ്പ് ചില തുറന്നിട്ടില്ല, ഇതെല്ലാം ഓപ്പണായി ചെയ്തച്ചൊന്നുമല്ലാതെ പ്രാവർത്തികമായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒന്നും കൂടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഇടക്കാലത്ത് നിർത്തിവെച്ച പിരായിരി മാമ്പ്ര കരിങ്കൽ ക്വാറിയിൽ പാറ പൊട്ടിക്കാൻ ശ്രമം. പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനം തുടരാൻ ഹൈക്കോടതി അനുമതിയുണ്ടെന്ന് ക്വാറി ഉടമ. പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അറിയാതെ ഉദ്യോഗസ്ഥർ ഒപ്പിച്ച പണിയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഷൊർണൂർ കണയത്തെ ക്വാറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നഗരസഭാ ചെയർപേഴ്സന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ BJP അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ വാക്കേറ്റം. ആരോഗ്യ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി കൃത്യനിർവഹണം നടത്തുന്ന ആശാ വർക്കർമാരോട് കേരള സർക്കാരുകൾ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാനോ മിനിമം വേതനം ഉറപ്പാക്കാനോ കേന്ദ്രം തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപം. കേരള സർക്കാർ ആശാ വർക്കർമാരോട് രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുകയാണെന്നും ആരോപണം. VD സതീശന്റെ വിസ്മയ വാക്കുകളിൽ വീണുപോയ ജീവനക്കാർക്ക് ഇന്ന് വിലപിക്കേണ്ട സ്ഥിതിയാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ്. പൂക്കി മുഖ്യൻ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും UDF അധികാരത്തിൽ വന്നാലുടൻ കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്നും P സുരേഷ്. ഇതുകേട്ട് ആനന്ദപ്പുളകിതരായി UDFന് വോട്ട് ചെയ്ത ജീവനക്കാർ നിരാശ കടിച്ചമർത്തുകയാണെന്നും NGO സംസ്ഥാന സെക്രട്ടറി. രാത്രിയുടെ മറവിൽ മങ്കര സംസ്ഥാന പാതയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. യാത്രക്കാർ ദുർഗന്ധം സഹിക്കാനാവാതെ മൂക്കുപൊത്തിയാണ് യാത്ര. മാലിന്യം തള്ളുന്നവർക്കെതിരെ പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് നടപടിയെടുക്കണമെന്നും ജനകീയ ആവശ്യം. 3 വർഷം പിന്നിട്ടിട്ടും തകർന്ന മങ്കര പെരുമഞ്ചിറക്കാവ് തോട്ടുപാലം സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.